നമസ്കാരം. ജാഥകളെല്ലാം തെക്കോട്ടുള്ള യാത്രയിൽ. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ജാഥകൾ തുടങ്ങിയിട്ടുണ്ട്. നദികളെല്ലാം കിഴക്കുത്ഭവിച്ച് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് പോലെ വടക്ക് നിന്ന് തുടങ്ങി തലസ്ഥാനം പിടിക്കാനാകണം തെക്കോട്ടേക്കാണ് യാത്ര. വികസന മുന്നേറ്റവും പുതുയുഗ പിറവിയും നവകേരള സൃഷ്ടിയും ഒക്കെ ആയിരിക്കും ജാഥകളുടെ ലക്ഷ്യങ്ങൾ. കുമ്പളയിൽ നിന്ന് തുടങ്ങി എല്ലാ മണ്ഡലങ്ങളുടെയും കടന്ന് ജാഥ തിരുവനന്തപുരത്ത് എത്തിയാലുടൻ തെരഞ്ഞെടുപ്പ് യുദ്ധമായി. UDF ഒരു ജാഥയെങ്കിൽ LDF-ൻ്റെതായി 3 ജാഥകൾ പ്രയാണത്തിലാണ്. തെക്കൻ മേഖലാ ജാഥ നയിക്കുന്ന ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി പിണറായി പടക്കുതിരയും തെരഞ്ഞെടുപ്പ് അശ്വമേധവുമാണ്. നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഈ പടക്കുതിരകളെ കെട്ടഴിച്ചു വിടുന്നത്. നീ കുതിര പുറത്ത് പോയാ മതി. കുതിര ഓടിക്കാൻ എനിക്ക് നല്ല തെരിയല്ലേ. നാം ചോദിക്കുന്നു, ആരൊരാളുണ്ട് ഈ കുതിരയെ കെട്ടുവാൻ? ആരൊരാളുണ്ട് അതിന്റെ മാർഗം മുടക്കുവാൻ? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാമിക്കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. കോൺഗ്രസോ BJPയോ ഒറ്റയ്ക്കൊറ്റയ്ക്കോ ഒരുമിച്ച് വന്നാലും നാം പ്രഖ്യാപിക്കുന്നു, ഈ കുതിരയെ പിടിച്ചു കെട്ടവർക്കാവുകയില്ല. പായുന്ന യാകാശം ഞാൻ, പായുന്ന യാകാശമീ ഞാൻ, കാലമൻ കാൽക്കൽ വീഴുന്നു, കോരിത്തരിക്കുന്നു ഭൂമി. താളത്തി തകതക താളത്തി താഴത്തി തരിമണൽ പാടുന്നു, അനുപദം അനുപദം അണയുക വിജയപദം. ഇതെന്താണ് ഈ കുതിര ഇങ്ങനെ വട്ടം കറങ്ങണത്? ഇനി ഇതിനെ കുതിരവട്ടത്തുനിന്ന് കൊണ്ടുവന്നതാണോ? ഒരാശങ്കയും LDF-നെ സംബന്ധിച്ചിടത്തോളമില്ല. നാം ഒരു നവകേരളമാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ നവകേരളം ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിലെ മധ്യവരുമാന രാഷ്ട്രങ്ങളുടെ ജീവിത നിലവാര തോതിലേക്ക് നമ്മുടെ നാടിൻ്റെ ജീവിത നിലവാര തോത് ഉയർത്തലാണ്. അതിലേക്ക് നാം പടിപടിയായി നീങ്ങുകയാണ്. ഇതൊരു സ്വപ്നമല്ല, നാം നടപ്പാക്കാൻ പോകുന്ന യാഥാർത്ഥ്യമാണ്. ആ നവകേരളം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ചു നീങ്ങാം എന്നാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ കുതിരകൾ ലക്ഷ്യം കാണും. LDF വിജയം കൊയ്യും. 3-ാം ഊഴം ഉറപ്പാണ്. ജനങ്ങൾക്ക് അത് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം, ജനങ്ങൾക്ക് പറയാം. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് സഖാക്കളെ നാം പുറപ്പെടുന്നത്. പായുന്ന യാകാശം ഞാൻ, പായുന്ന യാകാശമീ ഞാൻ. ഈ കുതിരേനെ ഇനി അങ്ങനെ നിർത്തൂടാ. വെള്ളം കാണിച്ചാ മതിയടാ. വെള്ളം കണ്ട കുതിര നിൽക്കൂ. കേട്ടിട്ടില്ലേ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ടാ നിൽക്കും കുതിരാന്ന്. 3-ാം ഊഴം ലക്ഷ്യമാക്കിയുള്ള LDF-ന്റെ പടയോട്ടം ആദ്യം തുടങ്ങിയത് അത്യുത്തര ദേശത്ത് നിന്നാണ്. കുതിരയെ പായിക്കുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ചക്രവാളമിനിയൻ ജയദുർഗമാകുമൊരു നാൾ, ചക്രവാളമിനിയൻ ജയദുർഗമാകുമൊരു നാൾ, ഒരു നദിയായി ഒഴുകി വരും ഒരുമയുടൻ പടയണികൾ. കേരളത്തെ നയിക്കാൻ, കേരളത്തിലെ ജനങ്ങളെ നയിക്കാൻ, കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ തുടർച്ചയായ 10 കൊല്ലമാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനി ഒരു 5 കൊല്ലക്കാലം തുടർച്ച വേണം. ആ തുടർച്ച വേണം എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ ഈ ജാഥക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണമെന്ന് ഞങ്ങൾക്കറിയാം. LDF ആയിരുന്നില്ല ഈ കേരളത്തിൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലമെങ്കിൽ നമ്മുടെ നാടിന് ഇത്തരത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുമായിരുന്നില്ല. ശാസ്ത്ര മേഖലകളിൽ നാം അസാമാന്യമായ പുരോഗതി നേടിയിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അപൂർവമായ പുരോഗതി നാം നേടിയിരിക്കുന്നു. എടുത്തു പറയത്തക്ക ഒട്ടേറെ നേട്ടങ്ങൾ. ഈ കാര്യങ്ങൾ നാടിനോട് സംവദിക്കുക എന്നതിന്റെ ഭാഗമായാണ് ഈ ജാഥകൾ LDF സംഘടിപ്പിച്ചിട്ടുള്ളത്.
CPM-ഉം CPI-യും അല്ലാതെ മുന്നണിയിൽ മറ്റൊരു ഘടകകക്ഷി ജാഥ നയിക്കുന്നത് ഇതാദ്യം. ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥ തുടങ്ങും മുമ്പ് തന്നെ വൻ ഹിറ്റായി മാറിക്കഴിഞ്ഞുവത്രേ. ഹിറ്റ് ഹിറ്റ് അണ്ണാ സൂപ്പർ ഹിറ്റ് അണ്ണാ നമ്മ സാറിനോട് പുതുപ്പടം വെക്കടപടി ഹിറ്റ് സൂപ്പർ ഹിറ്റ്. ഈ സമ്മേളനം അതിഗംഭീരമായിരിക്കുന്നു, ഉജ്ജ്വലമായിരിക്കുന്നു. സത്യം പറ ബാബു, വെക്കടാ വെടി നല്ല പടമാണോ? അയ്യോ എന്റെ മാഡം സാർ കലക്കി പൊളിച്ചിരിക്കുക. എന്തോ അപ്ലാസ്. ഈ ജാഥ വിജയിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സമ്മേളനമാണ്. സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ്. അപ്പൊ വെക്കടാവെടി ഹിറ്റായോ? കൊള്ള ഹിറ്റായോന്നോ? ബമ്പറാ സാറേ. നാം ഒരു നവകേരളം യാഥാർത്ഥ്യമാക്കാനാണ് നീങ്ങുന്നത്. ആ നവകേരളം എന്നത് നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരുക എന്നതാണ്. എല്ലാ ഘട്ടത്തിലും LDF-നോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ എല്ലാ കുപ്രചരണങ്ങളെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഉറച്ചു നിന്നിട്ടുണ്ട്. നമുക്ക് ഒന്നിച്ചു നീങ്ങാം, മുന്നേറാം. ഇനിയും ഈ കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കാനുള്ള പിന്തുണ നിങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാകണമേ. ഈ വെക്കടാവെടി മാത്രമേ എനിക്ക് സ്വല്പം സംശയം ഉണ്ടായിരുന്നുള്ളൂ. തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി എന്ന് ചോദിച്ചാൽ മതി. യാത്രകളിൽ ഏറ്റവും ഒടുവിൽ തുടങ്ങിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയാണ്. മഹായുദ്ധത്തിനുള്ള പുറപ്പാട് 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്താനും. മച്ചകത്തമ്മയെ കാൽ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാദ്യന്തമില്ലാത്ത യാത്ര. ഒരറിവില്ല പൈതലിൻ യാത്ര. നമ്മൾ ഒരു പുതുയുഗ യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഒരു ദുർഭരണത്തിന്റെ ഒരു കാലത്തിന് അവസാനം കുറിച്ചുകൊണ്ട് പുതിയ ഒരു യുഗത്തിന് നമ്മൾ തിരശ്ശീല ഉയർത്തുകയാണ് കേരളത്തിൽ. ടീം UDF നടത്തുന്ന ഈ മുന്നേറ്റ യാത്രക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ജാഥ അവസാനിക്കുന്നതോടുകൂടി കേരളത്തിൽ പിണറായിസവും മരുമോനിസവും അവസാനിക്കുന്നതായി പ്രഖ്യാപിക്കാൻ ജാഥ ക്യാപ്റ്റന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവനേതാ? എന്റെ പൊന്നു സാറേ, എനിക്കറിയാൻ പാടില്ല. ഇത്തിരി ചോർന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പൊ കയറി വന്നിരുന്നതാണ്. അടുത്ത മാസം ഈ സമയത്ത് ഈ ജാഥ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ മിക്കവാറും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിരിക്കും. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 100 സീറ്റെങ്കിലുമായി കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, നമ്മളൊരു മഹായുദ്ധത്തിന് പുറപ്പെടുകയാണ്. ഇനി നമ്മൾ വെറും പ്രതിപക്ഷമല്ല. ടീം UDF 100-ലധികം സീറ്റുമായി അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ പോകുന്ന മുന്നണിയാണ്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര. അമ്മവാ, വണ്ടിയുടെ പോക്ക് കണ്ട് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. തിരിച്ചു വന്നെന്ന് പറയാം കേട്ടോ. ഒരു തരത്തിൽ അധികാരമെന്ന കപ്പടിക്കാനുള്ള കാൽപന്ത് കളിയാണ് തെരഞ്ഞെടുപ്പ്. UDF സെമി ഫൈനൽ നേടി. ഫൈനലിൽ കപ്പ് ഏത് ടീം കൊണ്ടുപോകും എന്നറിയാൻ അംഗം കഴിയണം. ആട്ടെ, ഈ കരിവണ്ണൂർ ഗോപി ഇപ്പൊ എവിടെയുണ്ട്? ഒരു ഫുട്ബോൾ മത്സരത്തിന് പോയിരിക്കുക. എവിടെ? അർജന്റീനയില്. അർജന്റീനയിലോ? ആ, അർജന്റീനയിലെ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലാണ് ഗോപിയേട്ടൻ പറഞ്ഞത്. നമുക്കറിയാം, കാസർഗോഡുകാർക്ക് ഫുട്ബോൾ കളിയിൽ വലിയ ഇഷ്ടമാണ്. കളികളിലെല്ലാം മത്സരങ്ങളിൽ ക്വാർട്ടർ നടക്കും, സെമി ഉണ്ടാകും, ഫൈനൽ ഉണ്ടാകും. നീ ടെൻഷൻ അടിക്കണ്ട, നീ റൊണാൾഡോനെ മാർക്ക് ചെയ്താൽ മതി, ഗോളൊക്കെ അടിച്ചോളാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സെമി വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ചതാണ്.
പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സെമി കഴിഞ്ഞു, ഫൈനലിലേക്കുള്ള ഒരു യാത്രയാണ് ഇനി നമുക്ക്. ഞാൻ ഗോൾ കീപ്പറാണ്. ഗോൾ കീപ്പറാണോ? ഗോൾ കീപ്പർ എന്നെ ഒരു കഥയുണ്ട്. സിനിമയ്ക്ക് പറ്റിയതാണ്. ഗോളിയാണ് ഹീറോ. ചുരുക്കി പറയാം. ഈ ജാഥ KC-യുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ സെമി ഫൈനൽ ജയിച്ച ടീമിൻ്റെതാണ്. ജനങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ കാണാൻ ധാരാളം ആള് വമ്പിച്ച ജനക്കൂട്ടം ഇന്നിവിടെ വന്നു കൂടിയിട്ടുണ്ട്. യാതൊരു സംശയവുമില്ല. ഫൈനൽ കാണാൻ ആണ് അത്. കാണികളോട്, ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിരാശപ്പെടേണ്ടി വരില്ല. കപ്പും കൊണ്ട് ഞങ്ങൾ പോവും, യാതൊരു സംശയവുമില്ല. ഉദ്വേഗജനകമായ ക്ലൈമാക്സിൽ കളി തീരാൻ 1 സെക്കൻഡ് മാത്രമുള്ളപ്പോൾ ഗോളി, അതായത് നമ്മുടെ ഹീറോ, ഒറ്റയ്ക്ക് പന്തുമായി എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് എതിർ ടീമിന്റെ പെനാൽറ്റി ഏരിയയിൽ നിന്നും വലവശത്തേക്ക് നീട്ടി ഒരൊറ്റ അടി. ഗോൾ! 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 ഗോളി എങ്ങനെ ഗോൾ അടിക്കുന്നത്? അത് സിനിമയിൽ ഹീറോയ്ക്ക് എന്തും ചെയ്യാമല്ലോ. നമ്മൾ ദിവസം കാണുന്നതല്ലേ. തൃണമൂൽ കോൺഗ്രസ് വഴി UDF-ൽ അസോസിയേറ്റ് അംഗത്വം ലഭിച്ച PV അൻവർ ബേപ്പൂരിൽ മത്സരിക്കാൻ എത്തിക്കഴിഞ്ഞു. KPCC പ്രസിഡന്റ് തന്നെ അക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചതോടെ UDF-ന്റെ ആദ്യ സീറ്റ് പ്രഖ്യാപനമായി മാറി. മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെയാണ് പടപ്പുറപ്പാട്. മണ്ഡലമുണ്ടായതു മുതൽ ഒരു തവണയൊഴികെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും CPM സ്ഥാനാർത്ഥികൾ വിജയിച്ചിട്ടുള്ള ബേപ്പൂരിലെ അങ്ങാടിയിലെത്തി മന്ത്രി മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുകയാണ് അൻവർ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൈവത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ അതാ നോക്കൂ, മുറ്റത്തൊരു മൈന. ബേപ്പൂരിൽ അൻവർ റിയാസ് പോരാട്ടമോ? UDF സ്ഥാനാർത്ഥിയായി PV അൻവർ മത്സരിക്കുമെന്ന് KPCC അധ്യക്ഷൻ. അദ്ദേഹം ജയിച്ചു വരും. ബേപ്പൂർ MLA ആയിരിക്കും. ഉറപ്പായിട്ടും. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അണിവാതിൽ പണിയും ഞാൻ. അല്ല, ബേപ്പൂരിൽ എന്തായാലും ഒരു UDF സ്ഥാനാർത്ഥിയെ ജയിക്കാൻ പോകുന്നുള്ളൂ. അതിൽ തർക്കമൊന്നുമില്ല. അവിടെ ഈ പറയുന്ന പിണറായിസ കുടുംബാധിപത്യ ഏകാധിപത്യ രാഷ്ട്രീയത്തിന് ബേപ്പൂര് അന്ത്യം കുറിക്കും. നടക്കാൻ പോകുന്നു മെമ്പർ പറഞ്ഞില്ല എന്ന് വേണ്ട. അല്ലേ, ഇടതുപക്ഷം ഇപ്പോൾ 99 സീറ്റിലല്ലേ ഇപ്പോൾ ഭൂരിപക്ഷത്തിലാണല്ലോ കേരളത്തിലുള്ളത്, അല്ലേ? അത് 25 സീറ്റിലേക്ക് ഒതുങ്ങുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിൽ ഈ ബേപ്പൂര് പെടും, അത്രേ ഉള്ളൂ. ഈ പൊടിക്കുട്ടികളുടെയും പെണ്ണുങ്ങളുടെയും മുന്നിലിട്ട് നിന്നെ തല്ലുന്നൊരു രസമില്ല. എന്റെ സമ്പ്രദായം അതല്ല. തന്റെ സമ്പ്രദായ പ്രകാരം എവിടാ സ്ഥലം? ഞാൻ ഡിബേറ്റിന് വിളിക്കുന്നു. ഈ പറയുന്ന വലിയ വികസനം നടത്തി എന്ന് പറയുന്ന മന്ത്രി ഉണ്ടല്ലോ, ഞാൻ വെല്ലുവിളിക്കാൻ ജീവിതത്തിൽ ഒരാളെയും വെല്ലുവിളിക്കാത്തവനാണ്. വെല്ലുവിളിക്കുന്നു മുഹമ്മദ് റിയാസിനെ. ബേപ്പൂർ അങ്ങാടിയിൽ 2 മേശ അപ്പുറത്തും ഇപ്പുറത്തും ഇട്ടിട്ട് നമുക്ക് വികസനത്തെക്കുറിച്ചും സംസാരിക്കാം. അങ്ങാടിയിൽ 10 ആള് കൂടേണ്ട നടുവിൽ കിട്ടണം തന്നെ. PV അൻവർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ബേപ്പൂർ അങ്ങാടിയിൽ 2 മേശ അപ്പുറം ഇപ്പുറം ഇട്ടിട്ട് ഇവിടെ നടന്ന വികസനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ, ചോദ്യങ്ങൾ ചോദിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, നമുക്കൊന്ന് ഇരുന്ന് കൊടുത്തൂടെ? നിങ്ങൾ ചോദിക്കുക. മന്ത്രി ഒറ്റക്കാണ്ട് ഒരു 10 ആൾ വന്നോട്ടെ, ഞാൻ ഒറ്റക്ക് മതി ഇപ്പുറത്ത്, നമുക്ക് സംസാരിക്കാൻ പറ്റും. മനസ്സിലായില്ല? എല്ലാ സഹായികളും കമ്പ്യൂട്ടറും പരിപാടിയൊക്കെ ആയിട്ട് വരട്ടെ. ഒരൊറ്റ ആൾ ഞാനൊന്ന് സംസാരിക്കാം. നമ്മളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. കിട്ടിയ നീ എന്നെ ഓലത്തോടാ ചെങ്കളം മാധവ. നിന്നെക്കുറിച്ച് ഞാൻ കേട്ടു, വരവ് ഞാൻ പ്രതീക്ഷിച്ചു. ബേപ്പൂരിൽ മന്ത്രി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ പരസ്യമായി ചോദ്യം ചെയ്യുന്നു അൻവർ. ബേപ്പൂരിൻ്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകത്തിന് ആകാശമിഠായി എന്ന് പേരിട്ടതിനെ പരിഹസിക്കുകയാണ് അൻവർ. മന്ത്രിക്ക് ഈ ആകാശമിഠായി എവിടെ നിന്ന് കിട്ടിയതെന്ന് എത്ര ചിന്തിച്ചിട്ടും അൻവർക്ക് പിടികിട്ടുന്നില്ല. ആകാശമിഠായിയുടെ ഗുട്ടൻസ് ബഷീറിയൻ സാഹിത്യം വായിച്ച ആരെങ്കിലും നമ്മുടെ അമ്പൂക്കയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. വേറെന്താ, ജനങ്ങളോട് സംവദിക്കുക. നമ്മൾ ജനങ്ങളുടെ ഇടയിലാണല്ലോ. മൂപ്പര് സീ പ്ലെയിനിൽ ഇറങ്ങുന്നു, സ്പീഡ് ബോട്ടിൽ പോകുന്നതാണല്ലോ. ജനങ്ങളുമായിട്ടല്ലല്ലോ ബന്ധം. ഒക്കെ ഉയരങ്ങളിൽ ആകാശമിഠായി. എന്താ സംഭവം? ബേപ്പൂർ സുൽത്താൻ ബഷീർ സാറിന്റെ പേരിലുണ്ടാക്കിയ ആ സ്ഥാപനത്തിന്റെ പേര് ആകാശമിഠായി. എന്താ അതിന്റെ അർത്ഥം? അപ്പൊ ഒക്കെ ആകാശത്താണ്. തൃശൂർ MP സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് കൊണ്ടുവരാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ സ്ഥലം കണ്ടെത്തിയ കോഴിക്കോട് തന്നെ വേണമെന്ന് വാശി പിടിക്കരുത്. തൃശ്ശൂരിൽ വേണമെന്ന് MPക്കും വാശിയില്ല. ആലപ്പുഴയിൽ വേണമെന്നത് MPയുടെ ഒരു ആഗ്രഹമാണ്. അവിടെ ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ പൊയ്ക്കോട്ടെ എന്നൊരിക്കൽ പറഞ്ഞുപോയി. സ്ഥലത്തിൻ്റെ കാര്യത്തിൽ MPയുടെ കൺഫ്യൂഷൻ കാരണമാകാം ഈ ബജറ്റിലും എയിംസ് വരാത്തത്. അതിനെ KB ഗണേഷ് കുമാർ ഇങ്ങനെ MPയെ കളിയാക്കിയിട്ട് കാര്യമില്ല. അടുത്ത ബജറ്റിൽ വരും മറ്റേ മോനെ എന്നാവും MPയുടെ മറുപടി. ഇനിയിപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, ഇനി എയിംസ് വരും,
അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി എന്നാണ്. എന്നാലും തെങ്കാശി ആയാലും മതി എന്നായി അവസാനം തെങ്കാശിയിലേക്ക് പോയി. അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ആ ഭയത്തിൽ മുങ്ങി അങ്ങ് മതിക്കട്ടെ. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂർ കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒളിമ്പിക്സ് ഏഷ്യാഡൊന്നും അല്ല, അവിടേക്ക് അങ്ങ് പോയി ഒളിമ്പിക്സ്. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. എയിംസ് കിട്ടാത്തതിലല്ല ജോൺ ബ്രിട്ടാസ് MPക്ക് പരാതി. സുരേഷ് ഗോപിയെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ അപമാനിക്കുന്നതിലാണ്. സുരേഷ് ഗോപി നാട്ടുകാർക്ക് നൽകുന്ന വാഗ്ദാനം നടപ്പിലാകണമെങ്കിൽ കേന്ദ്രം കനിയണം. അതുവരെ ജ്യോതിയും തീയും പുകയും ഒന്നും വരണമെന്നില്ല. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. Said this government has been consistently insulting my friend Suresh Gopi. He promised Ordinary Institute of Medical Science. It will come now, a day, 24 hours, 36 hours. Where is the AMS, sir? കള്ളം പറയാൻ ബഹു മിടുക്കനാണല്ലേ? എനിക്കങ്ങനെ തോന്നി. അത് ഈ ബ്ലേഡുകാരോടും കടക്കാരോടും ചില്ലറ കള്ളം പറയുന്നല്ലാതെ എനിക്ക് സീരിയസ് കള്ളം പറയാൻ അറിയേയില്ല. I pleaded with the government, please honor my friend Suresh Gopi. He was humiliated again and again. My friend is being humiliated. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്നേ. അദ്ദേഹത്തെ പറ്റി ഞാൻ ചിരിച്ചതാണ്, അറിയാം, ചിരിച്ച വേളാണ്. അദ്ദേഹം ചിരിപ്പിക്കുന്ന ആളായി മാറി. ഞാൻ എൻ്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനോ. പക്ഷെ BJPയുടെ MP ആയപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ തമാശക്കാരനുമായി. അദ്ദേഹം പറയണൊന്നും ബാക്കിയില്ല, തമാശകൾ. തമാശാ പരമ്പരയ്ക്ക് സമ്മാനമുണ്ടെങ്കിൽ നമുക്ക് സുരേഷ് ഗോപിക്ക് കൊടുക്കാം. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എയിംസ് എവിടെയെങ്കിലും അദ്ദേഹം കൊടുത്തു. ഇപ്പോൾ തൃശ്ശൂരിൻ്റെ MP പറയുകയാണ് എയിംസ് വരേണ്ടത് ആലപ്പുഴയാണ്. കോഴിക്കോട്ട് സ്ഥലവുമായിട്ട് കാത്തിരിക്കുകയാണ് ഗവൺമെൻറ് വർഷങ്ങളായിട്ട്. തൃശ്ശൂർ MP പറയുകയാണ്, ഒരു 5-6 സ്ഥലം പറയുകയാണ്, അവിടെ എല്ലാം എയിംസ്. ലാസ്റ്റ് പറഞ്ഞു ആലപ്പുഴ തന്നെ വരേണ്ടതെന്ന്. അത് പോട്ടെ, എയിംസ് എവിടെ ഉണ്ട് ഇപ്പം? അപ്പൊ നാരങ്ങളും വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരൂ. മറ്റേ മോനെ എന്ന് സുരേഷ് ഗോപി ഡയലോഗ് കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെളിപ്പെടുത്തുന്നു BJPയിലെ സഹപ്രവർത്തക. സുരേഷ് ഗോപി പൊന്നുമോനെ എന്ന് വിളിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ മോനെ അല്ല, ഞാൻ കരുതുന്നത്, ഞാൻ കേട്ടിട്ടില്ല. കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. ഒരാൾ ഏത് വാക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അതിനെ അല്ല ഞാൻ കണക്കാക്കുന്നത്. ശ്രീമാൻ സുരേഷ് ഗോപി എത്രയോ പാവങ്ങളെ സംരക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറെ അനുഭവങ്ങളുണ്ട്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിൽ ഉണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി.